63ാമത് സ്കൂൾ ജില്ലാ കലോത്സവത്തിന് രുചിക്കൂട്ടുമായി കൊട്ടാരക്കരയിൽ കലവറ ഒരുങ്ങിക്കഴിഞ്ഞു. ഓമല്ലൂർ അനിൽ ബ്രദേഴ്സ് ആണ് ഈ കൊല്ലവും ഭക്ഷണമൊരുക്കുന്നത്. കൊട്ടാരക്കരയിൽ നിന്നും എസ് വിനീഷിന്റെ റിപ്പോർട്ട് കാണാം. 36 വർഷമായി ജില്ലാ കലോത്സവ വേദികളിൽ രുചിക്കൂട്ടുകൾ ഒരുക്കുന്ന അനിൽ ബ്രദേഴ്സാണ് ഈ വർഷവും കൊട്ടാരക്കരയിൽ നടക്കുന്ന ജില്ലാ കലോത്സവത്തിന് സദ്യ ഒരുക്കുന്നത്. അനിൽ ബ്രദേഴ്സിൻ്റെ മെയിൻ ആളാണ് നമ്മളോടൊപ്പം ചേരുന്നത്. ഇദ്ദേഹമാണ് പാചകം ഒരുക്കുന്നത്. നമസ്കാരം ചേട്ടാ. എങ്ങനെയാണ് ഈ വർഷവും എന്തെല്ലാം വെറൈറ്റികളാണ് ഒരുക്കുന്നത്? ഓരോ ദിവസവും ഓരോ വർഷവും പല വെറൈറ്റികളാണ് ഉണ്ടാവുന്നത്. 5 കൂട്ടം പായസമാണ്. 5 ദിവസം 5 കൂട്ടം. അത് ഒരു ദിവസം അടപ്രഥമന്, ഒരു ദിവസം അമ്പലപ്പുഴ പാൽപ്പായസം, ഒരു ദിവസം പാലടപ്രഥമന്, ഒരു ദിവസം സൂചി ഗോതമ്പ് പ്രഥമന്, ഒരു ദിവസം പഴപ്രഥമൻ. അങ്ങനെ 5 ദിവസം 5 കൂട്ടം. 5 ദിവസവും 5 പച്ചടി ആയിരിക്കും. ഒരു ദിവസം ഇന്ന് വെക്കുന്ന പച്ചടിയല്ല നാളെ വെക്കും. ഒരു ദിവസം ഇഞ്ചി ആണെങ്കിൽ ഒരു ദിവസം മാങ്ങ, ഒരു ദിവസം നാരങ്ങ, ഒരു ദിവസം നെല്ലിക്ക. അങ്ങനെ 5 ദിവസം 5 അച്ചാറാണ്. പിന്നെ പരിപ്പ്, സാമ്പാർ, പപ്പടം കൂട്ടി ഊണ്. എൻ്റെ മെയിൻ ഒരു സാറന്മാർ വരുന്ന ദിവസമാണ് അതിഗംഭീരമായ പരിപാടികൾ. 3000 രൂപ ആൾ മുതൽ 7000 പേർക്ക് വരെ ഒരു നേരം ഭക്ഷണം. അതിന് ഒരു ദിവസം 4 നേരം വെച്ച രാവിലെ ഉപ്പുമാവും കടലയും, ഇഡ്ഡലി, സാമ്പാർ, ചമ്മന്തി, ചായ. ഉച്ചയ്ക്ക് അതിഗംഭീര ഊണ്. 4 മണിക്ക് ചെറുകടി ചായ. അതിനകത്ത് ഒരു ദിവസം കൊഴുക്കട്ടയായിരിക്കും, ഒരു ദിവസം ഇലയപ്പമായിരിക്കും, ഒരു ദിവസം അടയായിരിക്കും, ഒരു ദിവസം തെരളിയായിരിക്കും. അങ്ങനെ 4 ദിവസവും 4 രീതിയിൽ. വൈകിട്ട് എത്ര പേര് വരുന്നു അത്രയും പേർക്കും ഭക്ഷണം. ഇവിടുത്തെ പോലീസുകാർക്ക്, ഫയർഫോഴ്സ്, ഇലക്ട്രിസിറ്റി, അതുപോലെ തന്നെ ഇവിടുത്തെ എല്ലാ ആൾക്കാർക്കും അതിഗംഭീര ഭക്ഷണം കൊടുക്കുകയാണ്. 36 വർഷമായിട്ട് കൊല്ലം ജില്ലാ കലോത്സവം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ദൈവകൃപയിൽ ഇതുവരെ നമുക്കൊരു കുഴപ്പങ്ങളുണ്ടായിട്ടില്ല. 3 നേരവും 10000-ഓളം കുട്ടികൾക്ക് ഭക്ഷണം ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. കുട്ടികൾക്ക് മാത്രമല്ല, അതിനോടൊപ്പം വരുന്ന അധ്യാപകർക്കും കുറച്ച് പേരൻസിനും അങ്ങനെ 10000 ഒരു നേരം 10000 കുട്ടികൾക്ക് കൊടുക്കുന്ന വിഭവസമൃദ്ധമായ ഭക്ഷണമാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ പൊരിപ്പ് ഒഴിവാക്കി ആവിയിൽ പുഴുങ്ങിയ ലഘുഭക്ഷണങ്ങളാണ് വിതരണം ചെയ്യുന്നത്. സഹായത്തിന് കൂടിയ ആൾക്കാരെല്ലാം ഞങ്ങൾ 30 ജോലിക്കാരുണ്ട്. മെയിൻ പാചകക്കാർ 3 പേരുണ്ട്. അല്ലാതെ ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ 30 പേരുണ്ട്. എല്ലാവരും നേരത്തെ കലോത്സവത്തിൽ എല്ലാവരും വന്നുവരാം. 1-2 പേരും മരണപ്പെട്ടു പോയി, ബാക്കിയുള്ളവരെല്ലാം ഉണ്ട്. ഒരു ചേട്ടാ, മറ്റ് സദ്യകൾ പോലെ അല്ലല്ലോ കലോത്സവത്തിൻ്റെ സദ്യ ഒരുക്കുന്നത്. കുട്ടികളുടെ പരിപാടി ആകുമ്പോൾ കുട്ടികൾ സ്റ്റേജിൽ കയറുമ്പോൾ മറ്റു കുഴപ്പങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി വെജിറ്റേറിയൻ മാത്രമേ കൊടുക്കത്തുള്ളൂ. നോൺ വെജിറ്റേറിയൻ കൊടുക്കത്തില്ല. കാരണം നോൺ വെജിറ്റേറിയൻ കൊടുത്താൽ പല ഇതുകളാണ്, നെയ്യ്, ഡാൽഡ, പല കാര്യങ്ങളും വരും. ഇതിനകത്ത് അതൊന്നുമില്ല. പ്യുവർ പച്ചക്കറി അതിൻ്റെ സദ്യ കൊടുക്കും. അടിപൊളി സദ്യ ഒരുക്കി വലിയ രീതിയിലുള്ള പ്രശസ്തി നേടിയ ആളാണ് അനിൽ ബ്രദേഴ്സ് എന്ന കൂട്ടായ്മ. ഇവരാണ് ഈ വർഷവും സദ്യ ഒരുക്കുന്നത്. എസ് വിനീഷ്, ന്യൂസ് 18, കൊട്ടാരക്കര.